RTO ഉദ്യോഗസ്ഥരെ കൊണ്ട് വകുപ്പിന്റെ വാഹനത്തിന് പൊല്യൂഷൻ ഇല്ലാത്തതിന് പിഴയടപ്പിച്ച യുവാവിന്റെ വീഡിയോ അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ശേഷം കൊല്ലം ജില്ലയിലെ ഓയൂരിൽ വെച്ചാണ് ആ സംഭവം ഉണ്ടായത്. സംഭവത്തിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് RTO വിശദീകരണം തേടിയിരിക്കുകയാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അനിലിനോട് 7 ദിവസത്തിനകം മറുപടി നൽകാനാണ് നിർദ്ദേശം. ഇതിനെ പൊല്യൂഷൻ ഇല്ലല്ലോ, അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? സാർ ഇതിനെ അടിക്ക്, വണ്ടിക്ക് അടിക്ക്. നമുക്ക് എല്ലാവർക്കും 10,000-20,000 രൂപ വ്യത്യാസം നടക്കുക. ഓയൂർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലറിയിലെ ജീവനക്കാരനായ അൽത്താഫിന്റെ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന പേരിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ 5,000 രൂപ പിഴയിട്ടിരുന്നു. ഇതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. നമുക്കുള്ള കാര്യമല്ല പറയാൻ, ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ വണ്ടി അല്ല, അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ? മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിഴയിടാനെത്തിയ വാഹനത്തിന്റെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ ആ വാഹനത്തിനും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അടിക്കുന്നുണ്ട്. അപ്പൊ സാർ, നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ? അപ്പൊ ഇതിന് ഈ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത? സർക്കാർ വാഹനത്തിന് പിഴയിട്ടിട്ട് പോയാൽ മതിയെന്ന ഉദ്യോഗസ്ഥരോട് അൽത്താഫ്. അപ്പൊ നിങ്ങൾ സർക്കാരിന്റെ വണ്ടിക്ക് നിങ്ങൾ അടിക്കും. നിങ്ങൾ 1-2 5,000 രൂപ വിനയാൻ അടിച്ചത്. 5,000 രൂപ. നിയമം എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞ യുവാവ് പിടിവാശി പിടിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പണി കിട്ടിയെന്നുറപ്പായി. ഇത് നമ്മുടെ വാഹനമാണെന്ന് പറഞ്ഞ തടിയൂരാൻ നോക്കിയെങ്കിലും ഒടുവിൽ വീഡിയോ കൂടി ചിത്രീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ സ്വന്തം വാഹനത്തിനും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പിഴയിടേണ്ടി വന്നു. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴയൊക്കെ അർപ്പിച്ചു. പക്ഷേ ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പിഴ അല്ലെങ്കിൽ എന്തെങ്കിലും പണി ഇദ്ദേഹത്തിന് വരുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. നമ്മുടെ സംവിധാനങ്ങൾ അങ്ങനെയാണല്ലോ. ശ്രീകുമാരൻ, 24 കൊല്ലം.